ഗോവർദ്ധനം. ഗോവർദ്ധനം എന്ന് പറഞ്ഞാൽ 8 കിലോമീറ്റർ നീളം 4 കിലോമീറ്റർ വീതിയാണ് ഈ ഗോവർദ്ധനത്തിന്. അപ്പോൾ ഗോവർദ്ധനത്തെ ഡെവലപ്പ് ചെയ്തു ഭഗവാൻ കൃഷ്ണൻ. അതാണ് ഈ ഗോവർദ്ധനം. ഇത് മനസ്സിലാവാത്ത ആൾ ഈ വെള്ളത്തിൻ്റെ അറ്റത്ത് ഗോവർദ്ധനത്തിൽ പൊക്കി എന്നൊക്കെ ഇങ്ങനെ പടം വരച്ച് നോക്കി. ഇത് വിശ്വസിച്ച് കഴിഞ്ഞാൽ അത് ഗോവർദ്ധനം മനസ്സിലാവില്ല. അപ്പോൾ ഗോവർദ്ധനത്തിന് മുകളിൽ ചെന്ന് കഴിയുമ്പോൾ ഒരു സ്വർണ്ണ ക്ഷേത്രമാണ്, സ്വർണ്ണം പൂശിയ ക്ഷേത്രം. അവിടെ നമ്മൾ ഒരു ഫർലോങ് താഴെ വരുമ്പം വെള്ളി പൂശിയ ഒരു ക്ഷേത്രം. അത് കഴിഞ്ഞ് ഒരു ഫർലോങ് താഴെ വരുമ്പം ഒരു ചെമ്പ് പൂശിയ ഒരു ക്ഷേത്രം, പിന്നൊരു ഇരുമ്പ് വെട്ടിയ ക്ഷേത്രം, പിന്നൊരു തടി ക്ഷേത്രം, 8 ക്ഷേത്രം. ഞാനിങ്ങനെ മല കയറി ഓരോന്ന് വന്ന് ഓരോ ഇത് കണ്ട് താഴെ എത്തിയപ്പം ഒരു കളിമണ്ണുണ്ട്, ഒരു ക്ഷേത്രം. ഒരു കല്ലുമില്ല, ഒന്നുമില്ല, വെറും കളിമണ്ണ്. ഞാൻ ഈ പൂജാരിയോട് ചോദിച്ചത് എന്ത് കളിയുന്നു, എനിക്കിത് മനസ്സിലാവുന്നില്ലെന്ന്. അദ്ദേഹം പറഞ്ഞത് മനുഷ്യൻ വലിയ ഉയരത്തിലൊക്കെ ഏറ്റവും ഉയരത്തിലെത്തുമ്പം പണം, പ്രതാപം, കുന്തം, കുടച്ചക്രമൊക്കെ ഉണ്ട്. മനസ്സിലായില്ലേ? സാറിപ്പോൾ വന്നു കണ്ടില്ലേ? DYSP, CI, എത്ര വണ്ടിയാണ് സാറിൻ്റെ കൂടെ വന്നത്? സാറ് കേരളത്തിൽ IA ഉണ്ടല്ലേ ഇതെല്ലാം വന്നത് ഇവിടെ. അപ്പോൾ അതാണ് സ്വർണ്ണക്ഷേത്രം. കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ നമ്മൾ ക്ഷയിക്കും. അപ്പോൾ വെള്ളിയാവും, പിന്നെ കല്ല, ഇരുമ്പാവും, ചെമ്പാവും. അവസാനം മരണത്തിലെത്തുമ്പം സാറ് വെറും കളിമണ്ണ സാറേ. സാറ് ചത്ത്, സാറ് അഴുകി ഭൂമിയോട് ചേരും. നീ വെറും മണ്ണാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ കളിമൺ ക്ഷേത്രം. അപ്പോൾ ഞങ്ങളുടെ വേദോസത്തിൽ പറയും, മനുഷ്യ നീ മണ്ണാകുന്നു, നീ മണ്ണിലേക്ക് തിരിച്ചു പോകുന്നു. ഇതാണ് ഈ ഗോവർദ്ധനത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഗോവർദ്ധനത്തെ ഭഗവാൻ ചെന്നിട്ട് അവിടെ രാജ്യത്തെ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കി ജനതയെ മുഴുവൻ ഉദ്ധരിച്ച് വെള്ളത്തിന് ചാലുണ്ടാക്കി കൊടുത്തു. അവിടെ വെള്ളമില്ലായിരുന്നു. അപ്പോൾ ഈ നദി ഒഴുകുന്നതിനകത്തുനിന്ന് ഭഗവാൻ കൃഷ്ണൻ ചാല് വെട്ടി ഓരോ കൃഷി സ്ഥലത്തും വെള്ളം വരും. അപ്പോൾ ഗോവർദ്ധനത്തിലുള്ള ജനത്തെ ഉദ്ധരിച്ചു എന്നാണ് ഈ ഒറിജിനൽ ഭാഗവതം. ഇത് മനസ്സിലാകാത്ത ഏതോ വെട്ടി കൂശ്മാട്ടം വിരലിനടി പൊക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ 8 കിലോമീറ്റർ 4 കിലോമീറ്റർ വീതിയുള്ള മലയെ കുഞ്ഞു വിരളി പൊക്കി എന്നൊക്കെ പറയും. അപ്പോൾ ഈ ഭാഗവതം പറയുമ്പോഴും എന്താണ് അവിടെ റിയലി സംഭവിച്ചതെന്ന് അറിയാത്തവനാണ് ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നത്. മനസ്സിലാകുന്നുണ്ട്? അപ്പോൾ അത് മനസ്സിലാക്കണം. അപ്പോൾ ഇത്രയും പറഞ്ഞ് താഴെ വന്ന ഞാൻ തിരിച്ചു കയറി. കാരണം ഈ താഴെ എത്തിയപ്പോഴേ സാരാംശം മനസ്സിലായത്. എന്നാൽ ഇത് ശരിക്കും കാണണമെന്ന് പറഞ്ഞ് ഞാൻ രണ്ടാമത് മേളിൽ കയറി ഓരോ ക്ഷേത്രവും നിന്ന് അതിനകത്ത് രൂപവും. അപ്പോൾ ഓരോ ക്ഷേത്രത്തിലും ഈ പ്രിൻസിപ്പിൾ പഠിപ്പിക്കാൻ വേണ്ടി ഭാഗവതത്തിൽ ഏത് സീനാണോ സഹായിക്കുന്നത് ആ സീനാണ് ആ ക്ഷേത്രത്തിൽ കൊത്തിയിരിക്കുന്നത്. ഗോത്രത്തിൽ പോയിട്ടുണ്ടോ? പോയില്ലെങ്കിൽ ഒന്ന് പോകണം. അവിടെ ഇന്ത്യക്കാരനായി ജനിച്ചാൽ ആ ഗോവർദ്ധനം ഒന്ന് പോയി കാണണം. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ ഇങ്ങനെ ഞാൻ രണ്ടാമത് മേളിൽ കയറി ഓരോ ക്ഷേത്രവും ഇങ്ങനെ മനസ്സിലാക്കി താഴെ വന്നു. എന്തൊരർത്ഥം! ഒരു സ്ഥലത്തെ ആ 8 ക്ഷേത്രങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന അത്ഭുതം എന്തോ ഒരു വലിയ അത്ഭുതം എന്നറിയോ.